ഇത് ഹസൻ തങ്ങൾ അവറുകളെ നമ്മുടെ ഈ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മെ ധന്യരാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതരിൽ തലയെടുപ്പുള്ള നേതാവുമായ ആദരണീയരായ ആലിക്കുട്ടി ഉസ്താദ് അവർകളെ, ഈ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ ഉസ്താദ് അൻവർ സ്വാദിഖ് വാഫി അവർകളെ, വേദിയിൽ ഉപവിട്ടരായ മഹല്ല് ജമാഅത്തിൻ്റെയും ഈ പ്രദേശത്ത് നടന്നു വരുന്ന മദ്രസയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമുന്നതരായ നേതാക്കളെ, ഉച്ചയൂണിന് ശേഷമുള്ള വിശ്രമ സമയത്തും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ വിദ്യയുടെ വിളി കേട്ട് ഈ സദസ്സിൽ എത്തിച്ചേർന്ന് ഒരൽപ്പം വിശ്രമിക്കേണ്ട സമയവും വിജ്ഞാന സമ്പാദനം കൊണ്ട് ധന്യമാക്കാൻ എത്തിച്ചേർന്ന സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് പോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചിരിക്കാൻ ജഗനിയന്താവായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സ് അള്ളാഹു അതിന് കാരണമാക്കി തരികയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ അറിയിക്കപ്പെട്ടതുപോലെ ഇന്നിവിടെ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട വിഷയം പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിലെ അതിഗംഭീരമായ ചില സന്ദേശങ്ങളാണ്. ആ ഭാഗങ്ങളാണ് ആദരണീയരായ ആലിക്കുട്ടി ഉസ്താദ് അവർകൾ സരളമായ ഭാഷയിൽ കേരളത്തിൻ്റെ വിജ്ഞാന മേഖലകളിലുള്ള ചരിത്രങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി ലഘുഭാഷണത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ആമുഖമായി ഇത് സംബന്ധമായി പറയുന്ന ആയത്തുകളാണ് നമ്മൾ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത് അറിവ് കുറഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ അറിവില്ലാത്ത മനുഷ്യർക്ക് അവരറിയേണ്ട കാര്യങ്ങൾ പകർന്നു കൊടുക്കാനാണ്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് അറിവുള്ളവൻ. വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണ്. മനുഷ്യനൊന്നും അറിയില്ലായിരുന്നു, എല്ലാം അവൻ പിന്നീട് പഠിച്ചുണ്ടാക്കിയതാണ്, എല്ലാം അവൻ അറിഞ്ഞതാണ്. എവിടെ നിന്നാണ് അവൻ അറിഞ്ഞത്? അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്. ഏറ്റവും പ്രധാനമായ അറിവവൻ പകർന്നെടുത്തത് മാതാവിൽ നിന്നാണ്, പിന്നെ അവൻ്റെ പിതാവിൽ നിന്നാണ്, പിന്നെ അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്നാണ്. അപ്പം മാതാവിൽ എന്ത് വിദ്യയാണോ ഉള്ളത് അതാണ് മക്കളിലേക്ക് പകർന്നെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പിതാവിൽ എന്ത് വിദ്യയാണോ ഉള്ളത് അതാണ് പൊന്നുമക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. ഏതൊരു കുഞ്ഞും വളർന്നു വരുന്ന സാഹചര്യം ഏതാണോ ആ സാഹചര്യം ആ കുഞ്ഞിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒന്നും അറിയാത്ത ആളുകളായിരുന്നു നമ്മൾ. എന്തിനേരെന്ന് വെച്ചാൽ ഒരു ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാല് കുടിക്കേണ്ട വിവരം പോലും നമുക്കില്ലായിരുന്നു. ഖുലിഖൽ ഇൻസാനു ലഈഫ,
ബലഹീനനായാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബലഹീനരായാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. എങ്ങനെയാണ് അമ്മിഞ്ഞപ്പാൽ കുടിക്കേണ്ടതെന്നുള്ള വിവരം ജനിച്ച കുട്ടിക്ക് അറിയില്ലായിരുന്നു. ഏറ്റവും പ്രഥമമായി നമ്മൾ പഠിക്കുന്ന അറിവതാണല്ലോ. ജനിച്ചപാടെ കരയാൻ മാത്രം അറിയുന്ന കുഞ്ഞാൻ വാവിട്ട് കരയുന്നത് കാണുമ്പോഴാണ് മാതാവ് മനസ്സിലാക്കുന്നത് ദാഹിച്ചാകും എൻ്റെ പൊന്നുമോൻ കരയുന്നത്, അല്ലെങ്കിൽ വിശന്നാകും എൻ്റെ പൊന്നുമോൻ കരയുന്നത്. മാറോട് ചേർത്ത് പിടിക്കുകയാണ്. മാറോട് ചേർത്ത് പിടിച്ചപ്പോഴും അമ്മിഞ്ഞപ്പാൽ എവിടെയാണെന്ന്, വിശപ്പടക്കാറുള്ള വഴി എന്താണെന്ന്, തൻ്റെ ദാഹം തീർക്കാൻ അല്ലാഹു നിശ്ചയിച്ച തെളിനീർ എവിടെയാണെന്നവൻ അറിയില്ലായിരുന്നു. അപ്പോഴാണ് മാതാവ് മാറോട് ചേർത്ത് പിടിച്ചത്. അപ്പോഴും മനസ്സിലായില്ല. മുലക്കണ്ണി എടുത്ത് കുഞ്ഞുമോന്റെ ചുണ്ടിൽ ഉരുതി കൊടുത്തിട്ട് അമ്മിഞ്ഞപ്പാൽ കുടിക്കാനെന്ന മട്ടിൽ മാതാവ് മാറോട് ചേർത്ത് പിടിച്ചപ്പോഴും അവന് മനസ്സിലായില്ല ഇത് അമ്മിഞ്ഞപ്പാലാണെന്ന്. പിന്നീട് മാതാവ് ഒരൽപ്പം പാൽ ചുരത്തി പാലിന്റെ ടേസ്റ്റ് അവന്റെ നാവിലേക്ക് വന്നപ്പോഴാണ് ഇതാണ് എനിക്ക് അല്ലാഹു കുടിക്കാൻ സംവിധാനം ചെയ്ത അമ്മിഞ്ഞപ്പാൽ എന്നവൻ മനസ്സിലാക്കിയത്. ഖുർആൻ പറയാണ് വഅൻതും ലാ തഅലമൂൻ. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരായിരുന്നു നിങ്ങളെന്ന് ഖുർആൻ. ഒന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒന്നും. വല്ലാത്തൊരു പ്രയോഗമാണത്. സത്യല്ലേ? ഇന്ന് നമ്മളൊക്കെ പറഞ്ഞെന്താ, എനിക്ക് പലതും തിരിയുന്ന, പലതും തിരിയുമെന്നാണ് അല്ലേ? മോദി സാർ നോട്ട് നിരോധിച്ചപ്പോഴും നോട്ട് മാറാറുള്ള അകത്തെ പണി എനിക്കറിയാം എന്ന് പറഞ്ഞ ആളുകൾ എത്രയാളുകൾ. അങ്ങനെ പലതും അറിയാൻ നമ്മൾ ഇന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ പലതും അറിയില്ല. അറിയാവുന്നതൊക്കെയും നമ്മൾ പഠിച്ചെടുത്തത് ചുറ്റുപാടുകളിൽ നിന്നാണ്. അപ്പൊ ചുറ്റുപാട് മോശമായ ചുറ്റുപാടാണെങ്കിൽ ആ പഠിക്കുന്നതും മോശമായിരിക്കുന്ന ഭയങ്കര വർത്താനാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു സമൂഹം നന്നാകുന്നതിൽ പെണ്ണു നന്നാകണേ എന്ന ഖുർആനും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏറെ 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 ഉദ്ഘോഷിച്ചതും വിളിച്ചു പറഞ്ഞതും അല്ലേ? റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, അദ്ദുനിയാ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റുകളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷറൈറ്റ് സ്വലാത്തല്ലേ, റബീഉൽ അവ്വൽ അല്ലേ? അല്ലെങ്കിലും ചെല്ലണം, ആണെങ്കിലും ചെല്ലണം. റബീഉൽ അവ്വൽ ബന്ധം പുതുക്കാൻ ഒന്നുകൂടെ നമുക്ക് പ്രേരകമാകുന്ന മാസമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അദ്ദുനിയാ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവനും ഗിഫ്റ്റുകളാണ്. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹ, ഒരു ദുനിയാവെന്ന് കിട്ടുന്ന ഗിഫ്റ്റ്, ഒരു പുരുഷന് കിട്ടുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് നല്ല ഒരു പെണ്ണാണ്. അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചറിയിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ വിദ്യ നേടുന്നതിൻ്റെ പ്രാരംഭം അവൻ്റെ മാതാവാണ്. മാതാവ് വളഞ്ഞ കുട്ടി വളയും, കുട്ടി വളഞ്ഞ സമൂഹം വളയും. ഞാൻ പറഞ്ഞത് നമുക്കറിയാത്തത് പഠിപ്പിച്ചു തരാനാണ് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്, ഗ്രന്ഥങ്ങൾ ഇറക്കിയത്. നമുക്ക് പലതും അറിയില്ലായിരുന്നു. അറിയാത്തതൊക്കെയും നമ്മൾ പഠിച്ചെടുത്തത് അങ്ങനെയാണ്. ആദ്യ മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം, ആദ്യ പ്രവാചകനുമാണ് ആദം അലൈഹിസ്സലാം. മനുഷ്യനെങ്ങനെ കൃഷി ചെയ്യാന്ന് അറിയില്ലേന്നു, ആദം നബിയിലൂടെ. ആദം അലൈഹിസ്സലാമാണ് ആദ്യമായി ഗോതമ്പ് കൃഷി ചെയ്തത്, ആദം അലൈഹിസ്സലാം. പിന്നെ നടന്ന ആ മേഖലയിൽ നടന്ന എന്തൊക്കെ പര്യവേക്ഷണങ്ങളുണ്ടോ എല്ലാം ആ വിജ്ഞാന ശാഖയുടെ തുടർച്ചയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, അറിയാത്തതൊക്കെ പറഞ്ഞു തരാണ് ഖുർആൻ ചെയ്യുന്നത്. പ്രപഞ്ചനാഥനായ അല്ലാഹു മനുഷ്യനെ 14 നൂറ്റാണ്ട് മുമ്പ് ഗഹനമായൊരു വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണവനെ. ശ്രദ്ധിക്കണം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വയലുണ്ടാവൂല, അതിനുള്ള സമയമില്ല. ഒന്ന് വാവാട് ഉസ്താദ് വരുന്നുണ്ട്, പിന്നെ എൻ്റെ വയലൊന്നുമല്ല പ്രധാനമായി ഇവിടെ ലക്ഷ്യവും. ആദരണീയരായ ആലിക്കുട്ടി ഉസ്താദ് ഈ നാട്ടിലൊന്ന് വരിക, നമുക്ക് വേണ്ടി ഈ വേദിയൊന്ന് ഉദ്ഘാടനം ചെയ്തു തരിക. ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അൽഹംദുലില്ലാഹ് അത് സാധിച്ചു കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ലക്ഷ്യം, പ്രഗത്ഭരായ സൂഫി വൈദ്യരും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ
മുശാവറ മെമ്പറുമായ ജീവിച്ചിരിക്കുന്ന സൂഫി വര്യന്മാരിൽ പ്രധാനിയായ വാവാട് ഉസ്താദിന്റെ പ്രഭാഷണവും നസീഹത്തും ഒരു പ്രാർത്ഥനയും ഉണ്ടാകണം. അതിപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നടക്കും. ഉസ്താദ് ഇവിടെ അടുത്തെത്താനായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് നികത്തുക എന്നത് മാത്രമേ എൻ്റെ ഡ്യൂട്ടിയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അള്ളാഹു പറഞ്ഞു തന്ന അതിഗൗരവമായൊരു വിഷയത്തിലെ കാലികമാണിത്, സാന്ദർഭികമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഈ ആയത്താണ് നമ്മുടെ ചർച്ചാ വിഷയം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഞാൻ ആദ്യം ഈ ആയത്തിന്റെ പദാനുപദം അർത്ഥമൊന്ന് പറഞ്ഞു തരാം. അൽമാലു സ്വത്ത്, സമ്പത്ത്, വൽ ബനൂന മക്കളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക. ഉസ്താദ് അവർകൾ പോവാണ്. അള്ളാഹു ആരോഗ്യത്തോട് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് കാലം ദീനിനായി സേവനം ചെയ്യാൻ അള്ളാഹുവേ ഉസ്താദ് അവർകൾക്കും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ആലിമീങ്ങൾ അങ്ങനെയാണ്. അവർക്ക് ഐഹികമായ സുഖാഡംബരങ്ങളോടല്ല താല്പര്യം. അവർക്ക് ഭൗതികമായ അകമ്പടികളോ സേവകരോ ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങളുടെയൊക്കെ സ്വഭാവം. അങ്ങനെയാണ്. ഓല് വരുമ്പോൾ കൊട്ടും പാട്ടും ഒച്ചും വിളി നായത്തുണ്ടാവില്ല. ഇങ്ങനെ ആരും അറിയാതെ വന്ന് നടും. അങ്ങനെയാ ഉഖ്റവിയായ ആലിമീങ്ങൾ, നമുക്ക് നേതൃത്വം നൽകുന്നവർ. അല്ലാഹുവേ, ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നവരൊക്കെയും നിന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ ആലിമീങ്ങളിൽ നീ ഉൾപ്പെടുത്തേണമേ അല്ലാഹ്. ദുആ ചെയ്യാണ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യണം. ഏറ്റവും നല്ല നേതാവിൻ്റെയും അനുയായികളുടെയും സ്വഭാവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവർ അനുയായികൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും അനുയായികൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുമെന്നാണ്. ഏറ്റവും നല്ല ഒരു സമൂഹത്തിൻ്റെ ഉപമയും ഉദാഹരണവും അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇനി ധാരാളം ദുആകൾ തന്നെ വേണം. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞതുപോലെയല്ല, ഏറെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഭയങ്കര പ്രതിസന്ധികളാണ് വരാൻ പോണത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമൂഹത്തിലെ, എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളെയും പിടിപെടുന്ന നാശം കടന്നു വരാതെ ലോകം അവസാനിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണിപ്പം ഞാൻ ബാക്കിയൊന്നും വിശദീകരിക്കില്ല, എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അതിൻ്റെ ഒക്കെ ചില അലയൊലികളുടെ തുടക്കമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകം അനുഭവിക്കാൻ പോകുന്നത്. സിറിയെ നോക്കിയാവൂ എന്ന് പറഞ്ഞിരുന്ന നമ്മൾ തന്നെ ആ രംഗങ്ങളൊക്കെ നമുക്കിടയിൽ കാണുമോ എന്ന ഭയപ്പാടിലാണ് നമ്മളുള്ളത്. ചോനെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. നിന്റെ മുത്ത് ഹബീബ് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായി നടപ്പിൽ വന്ന് കാണുമ്പോഴല്ലാതെ അതിന്റെ വിശദീകരണവും നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. ലോകത്തെ എല്ലാ മുസ്ലിമിനെയും പിടിപെടുന്ന നാശം വരാൻ പോകുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണേ, ഈ വിഷയം ഏറെ പ്രസക്തമായി. നിങ്ങൾ എന്തിനിത് തിരഞ്ഞെടുത്തു എന്നെനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഏറെ കാലികമാണ് ഈ വിഷയം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. അൽമാലു സ്വത്ത്, വൽ ബനൂന മക്കളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. വൽ ബാഖിയാതുസ് സ്വാലിഹാത്ത്, ബാഖിയാതുസ് സ്വാലിഹാത്ത് അതെന്താന്ന് ഞാൻ പിന്നെ പറയും. വൽ ബാഖി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഹദീസിന്റെ പിൻബലത്തിൽ മഹാന്മാർ നൽകിയിട്ടുണ്ട്.
സ്വത്തും മക്കളുമെല്ലാം ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. എന്നാൽ വൽബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ബാഖിയാതുസ് സ്വാലിഹാതാണ് സവാബുൻ ഇൻദ റബ്ബി വൽബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ സവാബൻ, അതാണ് ഏറ്റവും നല്ല പ്രതിഫലം നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത്. വഖൈറുൻ അമലാ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതും അതാണ്. സ്വത്തല്ല, 500-ന്റെയും 1000-ന്റെയും നോട്ടുകളല്ല, അതൊന്നും മനുഷ്യർക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തിയ പകലുകളും രാവുകളുമാണ് കഴിഞ്ഞു പോയത്. അല്ലേ? 500-1000 ബേജാറാവും. അതെന്താ കാട്ടേണ്ടത്? കട്ടിലിനടിയിൽ വെച്ച് നബി പറഞ്ഞ ചില വാക്കുകളൊക്കെ ഭയങ്കര അർത്ഥവത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനായൊരു മനുഷ്യൻ ജീവിക്കുന്നത് കൽ ഖാബിലി അലൽ ജംർ, തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാകും അവന്റെ ജീവിതം എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലേ? ഇതുവരെ ബാങ്കുമായി യാതൊരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പോലും കുടുങ്ങാൻ പോവാ. എന്താ കുടുങ്ങുന്നത്? ബാങ്കിലൂടെ അല്ലാതെ ഇടപാട് നടത്താൻ കഴിയില്ല. ആ അവസ്ഥ വരാൻ പോവാൻ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല, ലഭ്യമായ സമയം വളരെ വിരളമായതുകൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞു തരികയാണ് ഞാൻ നിങ്ങൾക്ക്. അല്ലാഹു ഇത് ഉപകാരമുള്ള സദസ്സാക്കി തരട്ടെ. സ്വത്തും മക്കളുമെല്ലാം ദുനിയാവിന്റെ അലങ്കാരങ്ങളാണെന്ന് ഖുർആൻ. അത് ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. لا إله إلا الله اللهم صل على سيدنا محمد. فالمال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا. നിന്റെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നിനക്ക് പ്രതിഫലം ആയി ലഭ്യമാകാൻ പറ്റാവുന്നത് ബാഖിയാത്തുസ് സ്വാലിഹാത്താണ്. വഖൈറുൻ അമലാ, നിനക്കേറെ പ്രതീക്ഷിക്കാൻ പറ്റാവുന്നതുമാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന പരിശുദ്ധ ഖുർആൻ. ഇവിടെ വിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ 3 സംഗതികളാ ഉള്ളത്. ശ്രദ്ധിക്കണേ നിങ്ങളൊന്ന്, അൽ മാലു സ്വത്താണ്, മറ്റൊന്ന് വൽ ബനൂന മക്കളുമാണ്, വേറെ ഒന്ന് ഖുർആൻ എടുത്തു പറഞ്ഞതിൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഈ പറയുന്ന 3 സംഗതിയും നമ്മൾ പരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്നതാണ്. ശ്രദ്ധിക്കണേ, കുറച്ച് സമയം മുമ്പിലുള്ളൂ. എല്ലാവരും കൂടി ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കാൻ തോന്നണം അല്ലേ? ഞാൻ ജമ്മുവും കസറും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ വേഗം പോകും. എനിക്ക് മഗ്‌രിബിന് ശേഷം പരിപാടി കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ ഓരോട് എന്ന് ഏൽക്കണമെന്ന് പറഞ്ഞ് 3 മണിക്ക് ഞാൻ പോകുന്ന പറഞ്ഞ വാക്കാണ് ഇപ്പം ഞാൻ ലംഘിക്കണത്. അല്ലെങ്കിൽ അവിടെ എത്തൂല. അടുത്ത പരിപാടിക്ക് എത്താൻ ഞാൻ ഓല് പറയും, ഈ ചങ്ങായി ഇങ്ങനെ തന്നെയാണ്, എപ്പോൾ നോക്കിയാലും എവിടെ പോയാലും നേരം വെക്കിയിട്ട് വരുള്ളൂ. അപ്പം ഞാനൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ട് നികത്താൻ മാത്രമേ ചെയ്യണുള്ളൂ, ഒന്നും പറയുന്നില്ല. ശ്രദ്ധിക്കണം. 3 മനുഷ്യർ, ഇതിന് കുറേ സ്വഭാവങ്ങളുണ്ട്.
ഈ ആയത്തിൽ അല്ലാഹു ഒരുപാട് സന്ദേശങ്ങൾ മനുഷ്യർക്ക് അല്ലാഹു നൽകുന്നുണ്ട്. അതിൽ ഒന്ന് ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ മൂന്നും മനുഷ്യൻ അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്നതാണ്. അൽമാലു, സ്വത്ത് അധ്വാനിച്ചുണ്ടാക്കുന്നതാണോ? വേണ്ടത് ആണോ? ആണോ? ആണ്. ചില ആളുകൾ മിണ്ടാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ അതെ, ഞാൻ അധ്വാനിച്ചൊന്നുമല്ല, എൻ്റെ വാപ്പ മരിച്ചപ്പോൾ എനിക്ക് അത് വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാവും ഒന്നുകിൽ, അല്ലെങ്കിൽ വാപ്പാൻ്റെ വാപ്പ മുഖേന കിട്ടിയതാകും. അൽമാലു, സ്വത്ത് അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അധ്വാനിച്ചുണ്ടാക്കുന്നതാ സ്വത്ത്. വൽബനൂൻ, മക്കളും ഒരാളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ആണോ? നിങ്ങൾ മിണ്ടാതെ. അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. എന്നാൽ ഈ മക്കളും സമ്പത്തുമെല്ലാം നിങ്ങളുടെ ഭൗതികമായ ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. ഇനി മൂന്നാമത് ഖുർആൻ പറഞ്ഞ ഒന്നുണ്ട്, വൽബാഖിയാതുസ് സ്വാലിഹാത്ത്. ബാഖിയാതുസ് സ്വാലിഹാത്ത് എന്താണ്? ബാഖിയാതുസ് സ്വാലിഹാത്ത് വളരെ വിശദമായൊരു ചർച്ച വേണ്ട വിഷയമാണ്. ഞാൻ സമയം കുറച്ചുള്ളതുകൊണ്ട് ഒറ്റവാക്കിലാണ് പറയാം. എന്താണ് ബാഖിയാതുസ് സ്വാലിഹാത്ത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുഫസ്സിരീങ്ങളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അതിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഹിയ സ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെയും നിസ്കാരങ്ങളാണ്. 5 നേരത്തെ നിസ്കാരമാണ് എന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമത് മുഫസ്സിരീങ്ങളിൽ മറ്റൊരു വിഭാഗം പറഞ്ഞത് ഇന്നഹാ അത്വയ്യിബ് മിനൽ ഖൗൽ, നല്ല വാക്കുകളാണ് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. ശ്രദ്ധിക്കണേ, നല്ല വാക്കുകളാണ് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത്തെ അഭിപ്രായം ഇന്ന കുല്ല അമലിൻ വഖൗലിൻ ദഅക ഇലൽ ഇസ്തിഗാലി ബിമഅരിഫത്തില്ലാഹി വമഹബ്ബതി. അല്ലാഹുവിനെ അറിയാനും റബ്ബിനെ സ്നേഹിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നിന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം ബാഖിയാതുസ് സ്വാലിഹാത്ത്. ആ അർത്ഥത്തിൽ ഈ പരിപാടി ഒരു ബാഖിയാതുസ് സ്വാലിഹാത്താണ്. എന്തുകൊണ്ട്? വളർന്നു വരുന്ന തലമുറക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ദീനും പഠിക്കാനുള്ള ഒരു സംവിധാനം മെച്ചപ്പെടുത്തലാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ ഇത് സാമ്പത്തികമായി ടൈറ്റുള്ള സമയത്തായി പോയി എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരാജയപ്പെടാൻ ഇടവരാൻ പാടില്ല. അത് രണ്ടും റബ്ബ് ചെയ്യണ. തിന്നിട്ടും അല്ല നോക്കും, പിടിച്ചു വന്നിട്ടും അല്ല നോക്കുന്ന. ഇതിപ്പോൾ എല്ലാവരും വിചാരിച്ചത് മോഡിൻ്റെ പണിയാന്നാ. മോഡിൻ്റെ പണിയൊന്നുമല്ല, മോഡിൻ്റെ പണിയല്ല, ഇത് റബ്ബിൻ്റെ പണിയാണ്, അള്ളാഹുവിൻ്റെ പണിയാണിത്. രാജാതിരാജനായ റബ്ബാണ് ഒരാളെ അധികാരത്തിലെത്തിക്കുന്നതും അധികാരത്തിൽ നിന്ന് ബ്രിട്ടനാക്കുന്നതും. അല്ലേ? ഖുർആന് പറഞ്ഞിട്ടുണ്ടല്ലോ, തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ തുഅ്തിൽ മുൽക മൻ തശാഉ. പിന്നെ നമ്മൾ പറയാ അത് നമ്മളൊന്നും വിചാരിക്കാതെ വന്നല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ നടപ്പിൽ വന്നത്. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന ആളുകളെയാണല്ലോ റബ്ബേ നീ അധികാരപ്പെടുത്തുന്നത്. അങ്ങനെ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ, വർക്കണ ചൊല്ലു സ്വലാത്ത്, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 5 കാര്യം റസൂൽ എണ്ണി തന്നിട്ടുണ്ട്. 5 കാര്യം, 5 കൂടി പറയാനൊന്നും നേരമില്ലെങ്കിൽ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 5 ഖിസാലിൻ, 5 കാര്യങ്ങൾ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങളും നിങ്ങളെ പിടിപെടാതിരിക്കട്ടെ എന്ന് ഞാൻ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി കാവൽ ചോദിക്കുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബ, നിങ്ങളാട് പിടികൂടാതിരിക്കട്ടെ എന്ന്. അതിൽ 5 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിയിട്ട് 5ാമത്തെ കാര്യം പറയുന്നുണ്ട്, വലാ ഖഫസ ഖൗമുൻ അല്ലഹദ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം. ഏതൊരു ജനതയാണോ അല്ലാഹുമായവർ നടത്തിയിരിക്കുന്ന കരാർ ലംഘിക്കുന്നത്, ആ ജനതക്ക് മേൽ അവരുടേതല്ലാത്ത വിഭാഗത്തിൽ നിന്നുള്ള
ശത്രുവിനെ അല്ലാഹു അവരുടെ തലക്ക് അവരുടെ മുകളിൽ അല്ലാഹു അധികാരപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. വേണ്ടാത്ത കളിയൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഏറനഗരാർ കളിച്ചു എന്നല്ല, നമ്മൾ കളിച്ചിട്ടുണ്ട്. വേണ്ടാത്തൊക്കെ കളിച്ചിട്ടുണ്ട്. ഗൾഫിന്റെ പടം നമ്മളിലേക്ക് കയറി വന്നപ്പോൾ വേണ്ടാത്ത ചില കളികളെല്ലാം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ. വേണ്ടാത്ത ചില കളികളെല്ലാം നമ്മളിൽ വ്യാപകമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതൊരു ജനതയാണോ അല്ലാഹുമായി ചെയ്ത കരാർ ലംഘിക്കുന്നത്, ഇല്ലാ സല്ലത അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, അല്ലാഹു അവരുടെ മേൽ ശത്രുവിനെ അധികാരത്തിൽ കൊണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയല്ലേ. ഇത്ര കാലം എന്തുകൊണ്ട് ഫാസിസത്തിന് വേരോട്ടമുണ്ടായില്ല? ഒരു കാലഘട്ടത്തിൽ പഴയ കാലത്തെ ഫാസിസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അന്നൊന്നും ഫാസിസം കയറിക്കൂടാത്ത മനസ്സിലേക്ക് എന്തുകൊണ്ട് ഇന്ന് ഫാസിസം കയറിക്കൂടുന്നുവെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി നമ്മുടെ കർമ്മങ്ങൾ, ചെയ്തികൾ മോശമായി എന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ അല്ലാഹു ചെയ്യിപ്പിക്കുന്നതാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അൽമാലു സ്വത്ത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. ആണോ? സ്വത്ത് ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം എന്നാണ്. അത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്, അല്ലേ? ഒരാൾ നല്ല പൈസക്കാരനായാലും എന്താ ചെയ്യുക? അയാൾ എന്തൊക്കെ ചെയ്യുക പൈസ കൊണ്ട്? ഞങ്ങൾ കൂടെ ഇല്ലാത്ത ചർച്ച ചെയ്യേണ്ട ഒരു ചർച്ച നടത്തേണ്ട വിഷയമാണ് ഇത്. വയലൂറിൻ്റെ വിഷയമല്ല. എന്താണ്ടാവുക? വലിയ വീടുണ്ടാക്കും. മാത്രമല്ല പടിപടിയായിട്ടാണ് തുടങ്ങാം. ഗൾഫിൽ പോയി നല്ലൊരു ജോലിയൊക്കെ കിട്ടി. നല്ല ജോലി ടൗൺപുറത്ത് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ നോക്കിയൻ്റെ മൊബൈലേനു. ആദ്യം തന്നെ വാങ്ങാൻ സാംസങ്ങിൻ്റെ ഒരു 60,000-ൻ്റെതാണ്. മാറ്റം തുടങ്ങണം അവിടെ നിന്നാണ്. 1500-ൻ്റെ നോക്കിയുടെ മൊബൈൽ കൊണ്ടുള്ള ഉപയോഗവും 60,000-ൻ്റെ സാംസങ്ങിൻ്റെ മൊബൈൽ കൊണ്ടുള്ള പ്രധാന ഉപയോഗവും ഒന്ന് തന്നെയാണ്, അല്ലേ? എന്താ? സന്ദേശം കൈമാറുക, വിളിക്കുക, ഫോൺ ചെയ്യാം. മറ്റേതിൽ കുറച്ചുകൂടിയൊക്കെ ഓപ്ഷൻസ് കൂടുതലുണ്ടാവുന്നുള്ളൂ. അപ്പം എന്താ ആൾക്കാർ പറയാം? അവൻ്റെ കയ്യിൽ പഴയ നോക്കിയേ, എൻ്റെ സാംസങ്ങാണ്. സാംസങ് എത്ര? 6 അടിച്ചോ 7 അടിച്ചോ? എത്ര? 7 or 8 ഒക്കെ ആയി തോന്നുന്നു. അപ്പം പൈസ ഉണ്ടായ എന്താ ചെയ്യുക? അവൻ അലങ്കാര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയാണ്. മനുഷ്യൻ ചെയ്യുന്ന ഒരു പണിയാണ്. അല്ലാഹു വിളിച്ചു പറയാൻ നമ്മളോട്, പണം കൂടിയാൽ അതല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് മനുഷ്യന്മാർ സാധാരണ ചെയ്യുന്ന പണി. അതാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലെ മൊബൈലിൽ വ്യത്യാസം വന്നു. പിന്നെ അടുത്തത് ഏതാ വരിക? പിന്നെ വാച്ച്, പിന്നെ വസ്ത്രങ്ങൾ. പിന്നെ ചെന്നപാടെ 400 റുപ്യക്ക് ഭക്ഷണവും റൂമും കൂടി കിട്ടുന്ന റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. അവൻ ഒരു കമ്പനിയുടെ PRO ആയപ്പോൾ, അല്ലെങ്കിൽ മാനേജറായി നിയമിച്ചപ്പോൾ ശമ്പളം കൂടി. അപ്പോൾ എൻ്റെ റൂം മാറി, ഫ്ലാറ്റിലേക്ക് മാറി, ഫാമിലിയെ കൊണ്ടുപോവുകയായി. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ അലങ്കാരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തുടങ്ങും മാറ്റം. ബാക്കി പിന്നെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാൽ മതി. പഴയ കാലത്ത് ഓന് 1500 റിയാൽ ശമ്പളമുള്ള അന്ന് ഓന് വീട്ടിക്ക് നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയത്ത് ഓൻ വാങ്ങല് ഭാര്യക്ക് 75 റിയാലിൻ്റെ ഷൂവാ, അല്ലെ ചെരുപ്പാ. അതേ സമയത്ത് അവന് 6000 റിയാൽ ശമ്പളം വാങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ ഭാര്യക്ക് വാങ്ങിയത് 2000 റിയാലിൻ്റെ ചെരുപ്പാണ്. രണ്ടിന് പണി ഒന്നാ. ആണോ? നിങ്ങൾ മുണ്ടില്ലേ? ആണോ? ആണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത് നല്ല വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, നേരത്തെ അവൻ ചെറിയ ശമ്പളം വാങ്ങിയിരുന്ന സമയത്ത് അവൻ്റെ വീട്ടിലേക്ക് അവൻ ഭക്ഷണത്തിനായി വാങ്ങാറുള്ളത് മത്തിയാണ്. മത്തിയിൽ നല്ല ഒമേഗ 3 ഉണ്ട്, നല്ല വിറ്റാമിനുള്ള സാധന മത്തി. എന്നാൽ അവൻ വലിയ ശമ്പളം വാങ്ങാൻ തുടങ്ങിയപ്പോ അവൻ്റെ വീട്ടിലേക്ക് മത്തി കയറി വരാറില്ല. പിന്നെന്താ? അയക്കോറി ആവൂലിയ വരിക. അതിലൊന്നും ഇട്ടില്ലേനു. ആരോഗ്യത്തിന് ആവശ്യമുള്ള ഒന്നും ഇതിലില്ല. നിങ്ങൾ ഇരുന്ന് ചിന്തിക്കാനാ ഞാൻ പറയുന്നത്.
അള്ളാഹു പറയാൻ, ഈ ദുന്യാവിന്റെ പിന്നിൽ എന്തിനാ നിങ്ങൾ ഓടുന്നത്? എന്തിനാ നിങ്ങൾ ഈ ദുന്യാവിന്റെ പിന്നാലെ ഓടുന്നത്? നിങ്ങളുടെ കയ്യിൽ കുറെ പണമുണ്ടായാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്താ? നിങ്ങളുടെ ജീവിതത്തിന്റെ അലങ്കാരം, നിങ്ങളുടെ ജീവിതത്തെ അലങ്കാരപ്പെടുത്തുക എന്നല്ലാതെ നിങ്ങൾ ഭൗതികമായ ജീവിതത്തിൽ എന്താണതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നത്? മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയാണ് അള്ളാഹു. ഇതിന്റെ ഒരു വശാട്ടോ ഖുർആനിൽ പറഞ്ഞ്, വേറെ ചില വശം വേറെ സ്ഥലത്ത് പറയണ്ടേ, ഞങ്ങളിത് കൊടുത്തുകൊണ്ട് ഇത് പറയാം. ഇതാണ് അധിക മനുഷ്യന്മാരും ചെയ്യുക അല്ലേ? എൻ്റെ പള്ളി, ഞാൻ ജോലി ചെയ്യണ പള്ളിയിൽ ഒരാൾ നിസ്കരിക്കാൻ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അയാളൊരു സാധു മനുഷ്യനെ നാടൻ പടയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളാണ്. മക്കളൊക്കെ ഗൾഫ് പോയി വലിയ പൈസക്കാരായപ്പോൾ എന്ത് ചെയ്തു? വാപ്പനോട് ഇങ്ങനെ പണിക്ക് പോണ്ടാന്നു. വാപ്പയോട് പണിക്ക് പോണ്ടാന്ന് പറഞ്ഞ് പണി നിർത്തിച്ചു. ആ സമയത്താണ് ഇവർ വാപ്പയ്ക്ക് ഒരു മൊബൈൽ അയച്ചു കൊടുത്തു. ഇയാൾക്ക് ഈ മൊബൈൽ ഇത് കിട്ടിയാന്ന് ഒരു 4-5 കൊല്ലം മുമ്പാണ്. ഇയാൾ മൊബൈൽ ഒരു 5-6 കൊല്ലമായി ഉണ്ടാവും. മൊബൈൽ കിട്ടിയ അന്ന് തന്നെ പെൺകുട്ടികൾ ഇതിൽ സിമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂപ്പര് പള്ളിക്ക് വന്നതാണ്. ഇപ്പോഴും എൻ്റെ എനിക്ക് ഓർമ്മയാണ്, അസർ നിസ്കാരത്തിന് വന്നിട്ട് നിസ്കാരത്തേക്കാണ് കയ്യെട്ടി, എല്ലാവരും കയ്യെട്ടി, ഇയാൾ മുന്നിലെ സൊഫയിലുണ്ട്. കാരണം മൊബൈലൊക്കെ കിട്ടിയ സന്തോഷത്തിൽ കയ്യിൽ മൊബൈൽ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാ വന്നോ. മൂപ്പര് വന്ന നിസ്കാരത്തേക്കാണ് കടന്ന പാടെ തുടങ്ങിയില്ലേ, കഴിയണവരെ അടിക്കന്നെ. എനിക്ക് തോന്നി നിസ്കാരം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ഒരു അടിയുണ്ടാവും. ഇയാൾ ഒന്നാമത്തെ സലാം വീട്ടിനോട് കൂടെ ഇയാൾ നീച്ചു പോഞ്ഞാണ്. ഇയാൾക്ക് ഉറപ്പാ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും കുഴപ്പാക്കും. ഞാൻ ഇയാളെ പിന്നെ കണ്ടപ്പോൾ ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് മൊബൈൽ ഓഫാക്കി കൂടെ എന്ന് വെച്ചു. 3 അനക്കമടങ്ങാതെ മൊബൈൽ നിങ്ങൾക്ക് ഓഫാക്കുകയോ അല്ലെങ്കിൽ കൈയടിച്ച് മൊബൈൽ ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കുകയോ ചെയ്തുകൂടായിരുന്നില്ലേ? എല്ലാവരും നിസ്കാരത്തിലും ശ്രദ്ധ മാറിപ്പോയില്ലേ? എന്താ ഓരോരുത്തർ ഫാത്തി അങ്ങനെ ഓതുന്ന സമയത്ത് നിസ്കാരം കഴിയട്ടെ, മരത്താലക്ക് 4 കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ളവർ ഫാത്തി ഓതണേ. ഞാൻ ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, സാറേ അതെനിക്കിത് ഓഫാക്കാൻ അറിയില്ല. അയാളെ കയ്യിലുള്ളത് 25,000 മൊബൈലാണ്. അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഞാൻ അയാളോട് അന്വേഷിച്ചപ്പോഴാണ് അയാൾ പറഞ്ഞത്, മക്കൾ അന്ന് അയച്ചു കൊടുത്ത മൊബൈലാണ്. പെൺകുട്ടികൾ ഇതിൽ സിമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാപ്പാനെ പറഞ്ഞയച്ചതാണ്. ഇയാൾ ആ ഫോണുമായി വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങി വരുന്നത് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാനാണ്. അല്ലാഹു ശുക്ർ ചെയ്യാൻ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ വാപ്പാക്ക് ഇത് എടുക്കാൻ തിരിയോന്ന് പരിശോധിച്ചത്. അവരെ അടി എന്തിനാ അവരടിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെങ്കിലും സ്വീപ്പാകുമ്പോൾ വാപ്പ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇതെങ്ങനെ എന്താ കാട്ടേണ്ടതെന്നെങ്കിലും ചോദിക്കും. പക്ഷെ ഇവർക്ക് അറിയില്ല നിസ്കാരത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സമ്പത്ത് നിങ്ങൾക്ക് വർദ്ധിച്ചാൽ അലങ്കാരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതല്ലേ നിങ്ങൾ സാധാരണയായി ചെയ്യാറുള്ളത്. നേരത്തെ ഓലമേഞ്ഞ വീടായിരുന്നു അല്ലേ, അത് പൊളിച്ചിട്ട് പിന്നെ നമ്മൾ എന്തായി, പൈസ ഒക്കെ ഉണ്ടായപ്പോൾ ഓടുള്ള വീടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, തെങ്ങിൽ നിന്ന് തെങ്ങിന്റെ ഓല വീഴാൻ കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു അല്ലേ. ഓരോ തെങ്ങിന്റെ ചൂട്ടിലും പോയിട്ട് ഓല പെറുക്കി കൊണ്ടുവന്നിട്ട് വീട് കെട്ട് കല്യാണം നടത്തിയൊരു കാലുണ്ടായിരുന്നു. ഇന്ന് തെങ്ങിന്റെ ചൂട്ടിലേക്ക് എന്നല്ല, മുകളിലേക്ക് തന്നെ ആളുകൾ നോക്കുന്നില്ല. നമ്മൾ അവിടെ നിന്ന് മാറി. അന്യരാജ്യങ്ങളിൽ നിന്ന് പണം നമ്മുടെ നാട്ടിലേക്ക് ഒഴുകി വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കൃഷികളെ അവഗണിച്ചു. നമ്മളെല്ലാം അവഗണിച്ചു. ഓട് വീടുകൾ പോയി കോൺക്രീറ്റ് കെട്ടിടങ്ങളാവാൻ തുടങ്ങി. കോൺക്രീറ്റ് കെട്ടിടങ്ങളായി. അപ്പൊ നമ്മൾ പിന്നെ ചെയ്തതെന്താ? കോൺക്രീറ്റ്, വലിയ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളായപ്പോൾ ആ വീടുകൾക്ക് പിന്നെ അലങ്കാരം കൊടുക്കാൻ തുടങ്ങി. വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഹോം തിയേറ്ററുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഹോം തിയേറ്റർ, സിനിമ കാണാൻ പണ്ടൊക്കെ സിനിമാശാലയിൽ പോലെ, ഇപ്പോഴോ ഓരോ വീട്ടിലും ഹോം തിയേറ്ററുകളായി, വീട്ടിനകത്തു തന്നെ സിനിമാശാലകളായി. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഭൗതികമായ ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് സമ്പത്തും മക്കളും എന്ന് പരിശുദ്ധ ഖുർആൻ. അധിക ആളുകളും അങ്ങനെ ചെലവാക്കുന്നത്. അവരുടെ കയ്യിലുള്ള പടങ്ങളെല്ലാം ചെലവാക്കുന്നത് എങ്ങനെയാണ്? ഉമ്മാരെ,
സഹോദരിമാരെ, പെങ്ങന്മാരെ, ഓരോ മാസവും ടെക്സ്റ്റൈൽസിൽ കയറി ഇറങ്ങുന്ന രംഗം അവസാനിക്കാൻ പോവുകയാണ്. അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചെയ്തികളുടെ ചില അനുഭവങ്ങൾ അള്ളാഹു നമുക്ക് നൽകുകയാണ്. എന്തിനാ നമ്മൾ ചിന്തിച്ചു മടങ്ങിയേക്കാമെന്ന് കരുതിയാണ്. ഗൾഫിൽ നിന്ന് വന്നിരുന്ന പണത്തിന്റെ ഒഴുക്ക് തടയപ്പെടുകയാണ്. പല ഗൾഫ് രാജ്യങ്ങളും പ്രതിസന്ധിയിലാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ പ്രതിസന്ധികളാണ്, പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധികളാണ്. അല്ലേ? ഇതിന്റെ വില എത്രയെന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഈ എത്ര മനുഷ്യന്മാർ ഏട്ടൻ അനുജനെ കൊന്നു, അനുജൻ ഏട്ടനെ കൊന്നു, വാപ്പയോട് പിണങ്ങി, ഉമ്മയോട് പിണങ്ങി, വാപ്പയുടെ സ്വത്ത് വീതിച്ചപ്പോൾ അല്പം കുറഞ്ഞു പോയതിന്റെ പേരിൽ മരണം വരെ വഴക്കിട്ട് ജീവിച്ചവർ എത്ര പേരാണ്. അവരൊക്കെ മനസ്സിലാക്കേണ്ട ചില സംഗതി അള്ളാഹു പഠിപ്പിച്ചെന്തര. ഒറ്റ രാവ് കൊണ്ട് ഇതിനൊരു നെലിമ്പലില്ല. ഒരേ ഒരു രാവ് കൊണ്ട് ഇതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. അല്ലേ? ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കൊടുക്കാർക്കാ കൂടുതൽ പൈസ ഉള്ളവന്. കാരണം അവനതിന്റെ സോഴ്സ് തെളിയിക്കണം, അവനതിന്റെ സോഴ്സ് തെളിയിക്കണം. പൈസ ഉണ്ടായാൽ സോഴ്സ്. ഇന്നലെ നിങ്ങൾ വായിച്ചോ? 13,861 കോടി. 13,861 കോടി ഉണ്ടായിരുന്ന ഒരാൾ ആ പണം വെളിപ്പെടുത്തിയിട്ട് അയാൾ മുങ്ങിക്കളഞ്ഞുവെന്ന്, അയാളെ പിടിച്ചു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഭൂമിയിലെ കഥയായി പറയുന്നത്. എന്നാൽ ഇന്ന ഇലൈനാ ഇയാബഹും ثم إن علينا حسابهم. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും, നിങ്ങളെ ഞാൻ ഓരോ കാര്യത്തിലും വിചാരണ ചെയ്യും എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വാക്ക് നമ്മൾ കേൾക്കാതെ പോയോ? അവിടെയുള്ള വിചാരണ എത്ര ശക്തമായിരിക്കും എന്ന് ആലോചിക്കുകയാണ്. കേവലം ഒരു ദിവസം തന്നെ ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്നപ്പോഴേക്ക് വല്ലാതെ വിഷമിച്ചു പോയ മനുഷ്യൻ പത്രങ്ങളിൽ എഴുതുന്ന അല്ലെങ്കിൽ വാർത്താ ഏജൻസികൾക്ക് കൊടുക്കുന്ന വേദനകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. അല്ലേ? ഒറ്റ ദിവസം നിന്നപ്പോഴേക്കും അവന്റെ കഥ ഇതാ. എന്നാൽ ആയിരക്കണക്കായ കൊല്ലം അള്ളാഹുവിന്റെ വിചാരണ കാത്ത് നിങ്ങൾ മഹ്ശറയിൽ കഴിയേണ്ട രംഗമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയൊക്കെ നമുക്കേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് സ്വത്ത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അൽമാലു, എന്താ സ്വത്ത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഒരു മനുഷ്യന്റെയും ഇരുപാദങ്ങളും ഖിയാമത്ത് നാളിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു സമ്മതിക്കുകയില്ല. പുണ്യനബിന്റെ വാക്കാ, ശരിയല്ലേ? പുണ്യനബിന്റെ വാക്കാണ്, സാമ്പത്തിക വിദഗ്ധന്റെ വാക്കുകളല്ല. നാളെ അല്ലാഹുവിന്റെ മുമ്പിലെത്തി തേറുന്ന മനുഷ്യനെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. ഹത്താ യുസ്അല അൻ അർബഈൻ, 4 കാര്യങ്ങളെ കുറിച്ച് വിശദമായ അന്വേഷണം അവനോട് അല്ലാഹു നടത്തിയിട്ടില്ലാതെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞത് എന്താണ്? അൻ ഇൽമിഹി ഫീമ ഫഅല ഫീ, അവൻ പഠിച്ചെടുത്ത, അവൻ അറിഞ്ഞ ഇൽമു കൊണ്ടവൻ എന്തു ചെയ്തു എന്ന് അല്ലാഹു ചോദിക്കുന്നതാണ്. വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖ, അവന്റെ സ്വത്തിനെ കുറിച്ചും അല്ലാഹുവിനോട് ചോദിക്കുന്നതാണ്. മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖ, എവിടെന്നാണ് സമ്പാദിച്ചത്, എന്തിനാണ് ചെലവഴിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിന്റെ ചെറിയൊരു വിചാരണ എവിടെ നടക്കണേ? അള്ളാഹു ബോധിപ്പിക്കുകയാണ്. അപ്പൊ മഹ്ശറയിലെ വിചാരണ കഥ എങ്ങനെയാവും? എന്താ പറഞ്ഞു? ഇനി എവിടുന്നാ സമ്പാദിച്ചതെന്ന്. ഒരാളെ അക്കൗണ്ടിൽ 2.5 ലക്ഷത്തിന്റെ മേലെ ഇട്ടാൽ സോഴ്സ് കാണിക്കുന്ന 2.5 ലക്ഷം വരെ നിങ്ങൾ ഇട്ടോളിന്നുണ്ട്. എന്നാൽ 1 ലക്ഷം ഇട്ടോനും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങ് ഇടുന്ന 1 ലക്ഷം ഒന്നിച്ച് കിട്ടിയെന്ന്. നിനക്ക് എവിടുന്നാണ് ഈ 1 ലക്ഷം ഒന്നിച്ചു കിട്ടിയത് എന്ന്? 2.5 ലക്ഷത്തിന് മേലെയാണെങ്കിൽ ഇതെങ്ങനെ സമ്പാദിച്ചതാണെന്ന് പറയണം എന്ന്.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, തന്റെ പണം തന്നെ പിൻവലിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരും അറ്റാക്കായി മരിച്ചവരും കുഴഞ്ഞു മരിച്ചവരുടെയും ഒക്കെ സംഭവം നമ്മൾ വായിക്കുന്നില്ലേ? എന്നാൽ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ യൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികതു തൻസീലാ. ഒരു 2, 3, 4 ഉദ്യോഗസ്ഥന്മാരല്ല കയറി വരിക. പിന്നെയോ വിചാരണ നടക്കാൻ പോകുന്നതിന് മുമ്പുള്ള രംഗം എങ്ങനെയാണ്? ആകാശം പൊട്ടിപ്പിളരുന്നു. 1-ാം ആകാശം പൊട്ടിപ്പിളരുമ്പോൾ അതിന് ആ 1-ാം ആകാശത്തിലുള്ള മലക്കുകൾ മുഴുവൻ ഇറങ്ങി വരികയാണ്. എന്നിട്ടതാ മഹ്ശറയിലുള്ള മനുഷ്യരുടെ ചുറ്റുഭാഗത്തും നിൽക്കുകയാണ്. അവരെ വലയം ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്നതാ ഘോരമായി മറ്റൊരു ശബ്ദം കേൾക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ 2-ാം ആകാശം പൊട്ടിപ്പിളരുകയാണ്. 2-ാം ആകാശത്തിലുള്ള മലക്കുകളും അതാ വരികയാണ്. എന്നിട്ട് 1-ാം ആകാശത്തിലെ മലക്കുകൾ വലയം ചെയ്ത് നിൽക്കുകയാണ്. അവർ 1-ാം ആകാശത്തിന്റെ മലക്കുകളുടെ ഇരട്ടിയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ പറയണേ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് ഘോരമായ ശബ്ദം, 3-ാം ആകാശം പൊട്ടിപ്പിളരുകയാണ്. അതിലുള്ള മലക്കുകളാണ് ഇറങ്ങി വരുന്നത്. 2-ാം ആകാശത്തെ മലക്കുകളെ വലയം ചെയ്ത് നിൽക്കുകയാണ്. അവരാണെങ്കിലോ 2-ാം ആകാശത്തെ മലക്കുകളുടെ ഇരട്ടിയുണ്ട്. ഇങ്ങനെ ഓരോരോ ആകാശങ്ങളും പൊട്ടിപ്പിളരുന്നു. അവയിലുള്ള മലക്കുകൾ ഇറങ്ങി വരുന്നു. ഓരോ ആകാശത്തെ മലക്കുകളെയും അതിന്റെ തൊട്ടടുത്തുള്ള ആകാശത്തിന്റെ മലക്കുകൾ വലയം ചെയ്ത് നിൽക്കുകയാണ്. പിന്നെയാണ് പിന്നെയാണ് രാജാതിരാജനായ അല്ലാഹു ഇറങ്ങി വരുന്നത് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കഥ എങ്ങനെ ഉണ്ടാവും ആലോചിച്ചു നിങ്ങൾ? അപ്പോൾ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചത്. ഇങ്ങനെ വിചാരണ, ആ വിചാരണയുടെ സമയത്തുള്ള ഒരു വിചാരണ എന്താ അറിയോ? നിനക്ക് ₹1 കിട്ടിയ അത് എവിടുന്ന് കിട്ടി? നീ എന്തിനാണത് ചെലവഴിച്ചത് എന്ന് ചോദിക്കും. അതല്ലേ ആദരണീയരായ കണ്ണിയത്ത് ഉസ്താദ്. അല്ലാഹു മഹാനവറുകളുടെ ഖബറിടം വിളിച്ചാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ, അവർ ഏത് ഹക്കിന്റെ വഴിയിലാണോ നിലനിന്നത് ആ വഴിയിൽ അടിയുറച്ചു നിലനിൽക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. വായക്കാട് ദർസ് നടത്തുന്ന സമയത്താണ് മഹാനവറുകളുടെ കീശയിൽ നിന്ന് ഒരു അണ ഹൗലിലേക്ക് വീണുപോയി. ഒരു അണ എന്നല്ല, പഴയ കാലത്ത് പറയാം, ഒരണ ഹൗലേക്ക് വീണു. മഹാനായ ഉസ്താദ് അവറുകൾ, അന്നത്തെ ഹൗലാണ് അന്നത്തെ ഹൗല് മാതിരിയല്ല, 5 മിനിറ്റ് കൊണ്ട് തുറന്നാ വെറ്റി പോണ ഹൗല് അല്ലേ, വലിയ ഹൗലായിരിക്കും. ഉസ്താദ് അവരൊരു കൂലിക്കാരനെ വിളിച്ചു. ഒരു കൂലിക്കാരനെ വിളിച്ചിട്ട് ആ ഹൗലിലേക്ക് ഇറക്കിയിട്ട് അയാളോട് മുങ്ങിയിട്ട ഒരു അണ എടുക്കാൻ പറഞ്ഞു. ആ ഒരു അണ എടുത്ത് കൊടുത്തപ്പോ അയാൾക്ക് 2 അണ കൂലി കൊടുത്തു. ഒരണ എടുത്തതിന്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരണ എടുത്തതിന് 2 അണ കൂലി. എന്താന്ന് ശ്രദ്ധിക്കണേ. അത്ര സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ. ചിന്തിക്കുക, കേരളത്തിലെ നമ്മൾ എത്ര വലിയ സൗഭാഗ്യമുള്ളവരാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒരണ വെള്ളത്തിൽ പോയത് എടുത്തു കൊടുത്തപ്പോ 2 അണ കൂലി കൊടുത്തു. ആരോ ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ ചെയ്യണ പണി എന്താ? അങ്ങനെ ഭൂമിയിലെ മനുഷ്യന്മാര് സ്വർഗക്കാരായ ആൾക്കാരെ കണ്ടാ പറയാ ഇന്നഹും മജാനീൻ, ഓല് തലക്ക് വട്ടാന്നാ പറയാ. ഹദീസിലുള്ളതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കണ്ടാരോ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ എന്ത് പണിയായി ചെയ്തത്? ഇപ്പൊ നിങ്ങൾക്ക് 2 അണ നഷ്ടമായില്ലേ? നേരത്തെ നിങ്ങൾക്ക് ഒരണയല്ലേ നഷ്ടമായിരുന്നുള്ളോ? അതെന്തേ എന്ന് ചോദിച്ചോ. ഒരു അണ വെള്ളത്തിൽ പോയത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഒരണ ബാക്കിയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ആ മഹാൻ പറഞ്ഞതല്ല, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു എന്നോട് ചോദിക്കും, എന്റെ പോക്കറ്റിൽ നിന്ന് ആ ഒരണ വെള്ളത്തിൽ പോയില്ലേ, ഞാനതെടുക്കാതിരുന്നാൽ ആ ഒരു അണയുടെ വിഷയത്തിലും എന്നോട് ഹിസാബുണ്ടാകുമെന്ന് മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ ഖണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരുടെ സ്വഭാവമാണത്. മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു എന്നോട് ചോദിക്കും, അതാ കണ്ണിയത്ത് അഹ്മദേ,
നിന്റെ ജീവിതത്തിലെ ആ ഒരണ നീ എന്ത് ചെയ്തു? ഞാൻ അള്ളാഹിനോട് പറയാണ്, റബ്ബേ അതിന്റെ പോക്കറ്റിൽ നിന്ന് ഹൗലിലേക്ക് ഒഴിഞ്ഞു വീണോ, ഞാൻ എടുക്കാൻ മടിച്ചിട്ടത് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ ആക്ഷേപിക്കില്ലേ? ആ ഒരണക്ക് അരിയും വെളിച്ചെണ്ണയും വാങ്ങാൻ കഴിയുമായിരുന്നില്ലേ? പാവങ്ങളായ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നില്ലേ എന്നെന്റെ റബ്ബനോട് ചോദിക്കുകയില്ലേ എന്നായിരുന്നു മഹാനവറുകൾ ചോദിച്ചത്. അതുകൊണ്ടാ ഞാനത് ഇറങ്ങിയെടുക്കാൻ ആളെ കൂലിക്ക് വിളിച്ചത്. അയാൾക്ക് ഞാൻ 2 അണ കൊടുത്തു. വെള്ളത്തിൽ നിന്ന് കിട്ടിയ ഒരണക്ക് പകരം ഞാൻ 2 അണ കൊടുത്തപ്പോൾ എനിക്ക് അല്ലാഹു 2 അണയുടെയും കൂലി തന്നു എന്ന് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. എല്ലാം റബ്ബിലേക്ക് തിരിച്ചുവിടാൻ കഴിയണം. എല്ലാം അല്ലാഹുവിലേക്ക് തിരിച്ചുവിടാൻ കഴിയുക, എന്നാ വിജയിക്കാൻ കഴിയും. അതാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. കുറേ പൈസ ഉണ്ടാക്കിയിട്ട് വെറുതെ നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. എന്താ അവൻ്റെ പണി? വലിയ പൈസ ഉണ്ടാക്കും. ഓരോ തവണയും ഗൾഫിൽ നിന്ന് വന്നാൽ വീടിൻ്റെ തൂണ് മാറ്റുക, അടുക്കളയിൽ ഷോക്കേസ് ഉണ്ടാക്കുക, കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത് പിന്നെയും പൊളിക്കുക. അവൻ അറബിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടത് പുതിയൊരു തൂണാണ്. 2 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ആ തൂണ് മാറ്റുക. അവൻ്റെ പണി തന്നെയാണ് അവൻ്റെ പണി. ഞങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശിക്ഷയാവാം. സ്വർണം നമ്മൾ വാരിക്കൂട്ടി, സ്വത്ത് വാരിക്കൂട്ടി, പൊന്നും നമ്മൾ വാരിക്കൂട്ടി, നമുക്ക് മതി വരാതിരുന്നപ്പോഴാവാം അല്ലാഹുവിന്റെ ശിക്ഷ വന്നത്. സ്വർണം നിങ്ങൾ വാങ്ങുന്നതിന് പരിധി വേണമെന്ന നിയമം വരാൻ പോകുന്നത്. ഭൂമി വാങ്ങിക്കൂട്ടാൻ തുടങ്ങി മാത്രമല്ല, പാവങ്ങൾക്ക് ഭൂമി വാങ്ങാൻ അവസ്ഥയില്ലാതെയാകുന്ന സാഹചര്യം വന്നോ, അപ്പോഴാണ് ഭൂമിക്ക് മേൽ നിയന്ത്രണം വരാൻ പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നത് വരാൻ സാധ്യതയുണ്ട്. അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഇപ്പൊ വരാൻ അതൊക്കെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സ്വത്തിന്റെ പിന്നാലെ നിങ്ങൾ വല്ലാതെ ഓടണ്ട എന്ന് ഖുർആൻ. എന്തുകൊണ്ട്? അത് കൂടുതലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. തിരിഞ്ഞില്ല. മനുഷ്യനൊരു പരിധി കഴിഞ്ഞ ആവശ്യമില്ലാത്ത സാധനം എന്ത്? നിങ്ങളെന്താ മിണ്ടാത്? ഒരു പരിധി കഴിഞ്ഞ ആവശ്യമില്ലാത്ത സാധനം എന്ത്? പൈസ. സാധാ വരുന്നുണ്ടോ? ആദരണീയരായ വാവാട് ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. റഹ്മാൻ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ആലിമീങ്ങൾക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഉസ്താദ് അവർകൾ കുറച്ചു മുമ്പ് ഒരു അസുഖക്കായി അതൊക്കെ സുഖപ്പെട്ടു വരികയാണ്. അല്ലാഹു പൂർണ്ണമായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ദുആക്ക് നേതൃത്വം നൽകാൻ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ആയത്തെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് പറയണം. ഉസ്താദിന് വേണ്ടി ദുആക്ക് ഞാൻ വേദി മാറിക്കൊടുക്കുകയാണ്. നമ്മുടെ ആലിമീങ്ങളൊന്നും നമ്മളെ കേൾക്കേണ്ടവരല്ല, ഓലൊക്കെ നമ്മൾ കേൾക്കുക ചെയ്യേണ്ടി. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് സദവർകൾ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ മാലു വൽ ബനൂന, സ്വത്തും മക്കളും സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് പലർക്കും. പലരും പണിയതാ, വലിയ പൈസ ഉണ്ടായ വലിയ കല്യാണം കഴിക്കും. ആ കല്യാണത്തിന്റെ ചെലവ് എത്ര? 35 ലക്ഷം. എന്നവൻ്റെ അടുത്ത് പൈസ കുറവായിരുന്നെങ്കിലോ ഓൻ ചെയ്യുക 2.5 ലക്ഷം കൊണ്ട് എല്ലാ പണിയും തീർത്തിരുന്നു. മനുഷ്യരെങ്ങനെയാണ് ചെയ്യുന്നത്? മക്കളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ് അല്ലേ. എൻ്റെ മൂത്ത മോൻ ഡോക്ടറാണ്, രണ്ടാമത്തോൻ ഓൻ എഞ്ചിനീയറാണ്, മൂന്നാമത്തോളോ ഓള് ബിടെക്കിന് പഠിക്കുകയാണ്, മറ്റോളോ ഓള് ബയോ കെമിസ്ട്രിക്ക് 3-ാം കൊല്ലാണ്. എന്താ അതിൻ്റെ ഒക്കെ ഫായിദ? മാഫി ഫായിദ. ഞാനൊരു മഹല്ലത്തിൽ പോയി, ആ മഹല്ലത്തിൽ 12 ഡെന്റൽ ഡോക്ടർമാരാ. ഞാൻ എൻ്റെ സമൂഹത്തോട്, എൻ്റെ സമുദായത്തോട് ചിന്തിക്കാൻ പറയാം. ഒരു മഹല്ലിൽ ഞാൻ പോയപ്പോൾ 12
ലേഡീസ് പെൺകുട്ടികൾ 12 ഡെന്റൽ ഡോക്ടർമാർ. ഞാൻ തിരക്കട് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പല മഹലിലും പോയപ്പോൾ നമ്മളെ കൗമിലൊക്കെ പെൺകുട്ടികൾ ഡെന്റൽ ഡോക്ടർമാരാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി വൈക്ക് പോകണവനൊക്കെ പിടിച്ചു വെച്ചിട്ട് പല്ലു കുത്തേണ്ട കാലം വരും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കൗമ ചിന്തിക്കുന്നില്ല. ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയൊരു സമുദായം. അതിൽ തന്നെ ആകെ ജോലി ചെയ്യുന്നതൊരു പെണ്ണ് മാത്രം. 11 സ്ത്രീകളും അടുക്കളയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ പിന്നെ ഓലെ വാപ്പാരോട് ചോദിച്ചു, പിന്നെ എന്തിനെ പഠിപ്പിച്ചത്? പിന്നെ നാട്ടിലെല്ലാവരും കുട്ടികൾ പഠിക്കുമ്പോൾ എൻ്റെ ഓളും പഠിക്കാൻ ഞാൻ മോശല്ലേ? അയൽപ്പക്കത്തുള്ളവന്റെ കുട്ടി ഡെന്റൽ ഡോക്ടറാണ്, പിന്നെ എൻ്റെ മോള് ഡെന്റൽ ഡോക്ടറാ അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിമാനത്തിനൊരു ക്ഷതമല്ലേ? ഇത് തന്നെയാണ് നിങ്ങളെ നശിപ്പിച്ചു കളയുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. അതുകൊണ്ട് ആ ജാതിയുള്ള ദുരഭിമാനവും ചിന്തയില്ലാത്ത പണികളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. വൽ ബാഖിയാതുസ് സ്വാലിഹാത്ത്, അതാകണം നിങ്ങൾ ഉഖ്റവിയായ ലോകത്തേക്ക് ശേഖരിച്ചു വെക്കേണ്ടത്. എന്താണ് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ വിശദീകരണം? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് ഉപകാരപ്പെടും. നിങ്ങൾ ആ നിസ്കാരമൊന്നും ഇല്ലാതെ ഈ സമ്പത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കണ്ട, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് ഖുർആൻ. ശരിയായില്ലേ? നിസ്കാരമൊന്നുമില്ലാതെ പണിയെടുത്തിട്ട് നിങ്ങൾ വിയർത്ത് പൈസ ഒന്നും ഉണ്ടാക്കണ്ട, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് തിരിഞ്ഞില്ലേ? ഖത്തറിന്ന് കയറുന്ന സമയത്തൊരു കുഴപ്പമില്ല. കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് 11:30 മണിക്കൂർ ഓട്ടോറിക്ഷ വിളിച്ചു വീട്ടിലേക്ക് പോവാൻ. രാത്രി 11:30 മണിക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഓട്ടോറിക്ഷ കയറിയപ്പോൾ ബൻ ചോദിക്കാൻ എന്നോട് 500ൻ്റെ 1000ൻ്റെ നോട്ടാണോ ഉസ്താദ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഡ്രൈവർ ഒരു അമുസ്ലിമും. എനിക്ക് പേടിയായി. അവൻ്റെ കഴുത്തിലൊരു മാലയുണ്ട്. ഞാൻ വിചാരിച്ചു ബനെന്താ എന്നോട് 500 1000 ഉണ്ടോ എന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം? എന്നോട് പറഞ്ഞു പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ മണിക്കൂറുകൾക്ക് മുമ്പ് 1000ൻ്റെയും 500ൻ്റെയും നോട്ട് പിൻവലിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഇനി അതെടുക്കൂല. എന്നാൽ 2000ൻ്റെ പുതിയ നോട്ട് ഇറങ്ങിയെങ്കിലും 500ൻ്റെ പുതിയ നോട്ട് ഇറങ്ങിയെങ്കിലും 20ൻ്റെയും 50ൻ്റെയും പുതിയത് ഞങ്ങൾ വിപണിയിൽ ഇറക്കുന്നുവെന്ന് പറയുമ്പോഴും മുസൽമാനെ നീ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. എത്ര പുതിയ കറൻസികൾ വന്നാലും ആ കറൻസികൾ മുഴുവൻ നിന്റെ ജീവിതത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പിൻവലിക്കുന്നുണ്ട്. ആര്? നിന്റെ നിയന്താവായ അല്ലാഹു, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു. എപ്പോഴാണത്? വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ആകെ ആശ്വാസം എന്താ? ചിലർ പറഞ്ഞു ഡിസംബർ 31 വരെ സമയമുണ്ട്. ഞാൻ ഇപ്പം ഈ 500 നിർത്തിയില്ലേ, ലാസ്റ്റ് പെട്രോൾ ബിൽ എടുക്കലും നിർത്തിയില്ലേ? ഇപ്പം അടുത്ത് ഏതേന്ന് മെനിഞ്ഞാന്നോ 4-ാം നാൾ എന്നേന്നു 2 ദിവസം മുമ്പ് 500 നോട്ടോട് കൂടി സ്റ്റോപ്പാന്നുണ്ടപ്പോൾ ഒരാൾ ഓടുണ്ട്. അയാളെ പോക്കറ്റിൽ 2 500 ഉണ്ട്. ഇയാൾ പറയാം അതുകൊണ്ട് എണ്ണ അടിക്കട്ടെ. അയാൾ ഓടാൻ കാരണം ഈ 500ൻ്റെ സമയം കുറച്ചുകൂടി കഴിഞ്ഞാൽ തീർന്നു പോകും. എന്നാൽ അല്ലാഹു പറയാൻ ഇതാ അങ്ങനൊരു സമയം വരാണ്ട്. അസ്രായീൽ ഇങ്ങോട്ട് വന്ന നിങ്ങൾ പറയും അതുവരെ കൊടുക്കാൻ മടിയാൻ, മദ്രസക്ക് കൊടുക്കാൻ മടിയാൻ. 1000 500 അല്ലേ ഞങ്ങളെ കയ്യിൽ പഴയതും ഞങ്ങളത് മാറ്റിക്കോളാന്ന് പറഞ്ഞാലും മറ്റോം വിടൂല. കാരണം എന്താ? ചില സമയം ഈ നോട്ട് നിരോധനം അത്ര വേണ്ടത്ര വിജയിച്ചിട്ടില്ല, പരാജയമായതുകൊണ്ട് പഴയ 500 1000 തന്നെ ചിലപ്പോൾ ഉപയോഗിക്കാന്ന് പറയാൻ സാധ്യത ഉണ്ട് എന്ന് കരുതിയിട്ട് മൂലക്ക് വെച്ചതാണ്. അപ്പോഴും അവന് ബോധ്യമായില്ല തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതാണ് എന്ന്. മോഡിസാരുടെ മുമ്പിൽ കണക്ക് പറയേണ്ടി വന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓരോ അണക്കും മറുപടി പറയണമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ സമർപ്പിക്കുകയാണ്. ഇവിടെയാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞത്. ഒരു വ്യാഖ്യാനം 5 നേരത്തെ നിസ്കാരമാണ്, കളയരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പിന്നെയോ മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞത് അത്വയ്യിബു മിനൽ കലാം, നല്ല സംസാരങ്ങളാണ്. പണത്തിന് വേണ്ടി നിങ്ങൾ എന്താ വരുത്? പരസ്പരം ബന്ധം മുറിച്ചു കളയരുത്. ഭയങ്കരമായ ആശയങ്ങളുടെ അതിൽ വളരെ പ്രധാനമായി മറ്റൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ദിക്ർ ദുആ തുടങ്ങാൻ പോകുമ്പോൾ ആ ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തക്സിറൂ മിനൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാഖിയാത്തുസ് സ്വാലിഹാത്ത് നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. ഖീല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു, വമാ ഹുന്ന യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയേ എന്താണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് യാ റസൂലല്ലാഹ്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അത്തക്ബീറു വത്തഹ്ലീലു വത്തസ്ബീഹു വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാവരും ഒന്ന് ചൊല്ലിയാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് വേണമെങ്കിൽ ചേർത്തോളൂ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന പ്രബലമായ ഒരു വിഭാഗം പണ്ഡിതന്മാരും സ്വഹാബത്തും ഒട്ടേറെ ഹദീസുകൾ ഉദ്ധരിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ വായിക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ എപ്പോഴെങ്കിലും കേൾക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബാബാടുസാന്റെ ദിക്ർ ദുആ സദസ്സിന് തുടക്കം കുറിക്കപ്പെടാൻ പോവാണ്. അല്ലാഹു ഈ സദസ്സ് ദുആക്കുത്തരള്ള സദസ്സാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. മഹാനായ ഉസ്താദുക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ആലിമീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യം അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. റബ്ബന ഒരുപാട് കാലം ദീനിനും സമസ്തക്കും നേതൃത്വം നൽകാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد.